ഡിസംബർ 6 ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ ചരമവാർഷിക ദിനം കോതമംഗലത്ത് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ യോഗം ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യം, സോഷ്യലിസം, മതേതരത്വം തുടങ്ങിയ അടിസ്ഥാന മൂല്യങ്ങളെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി ലോകത്തിന് മാതൃകയായ മഹത് വ്യക്തിത്വമാണ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്ന അംബേദ്കറുടെ ചരമവാർഷിക ദിനമായ ഡിസംബർ 6 കോതമംഗലത്ത് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ യോഗം ഉദ്ഘാടനം ചെയ്തു. അംബേദ്കർ എന്ന മഹാത്മാവ് ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ സൂര്യ തേജസ്സോടെ എന്നും തിളങ്ങി നിൽക്കുമെന്നും ഇന്ത്യൻ ഭരണഘടനയുടെ ശക്തി എക്കാലത്തും നിലനിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഭരണഘടന എഴുതി തയ്യാറാക്കുന്ന ചുമതല ഏൽപ്പിക്കുമ്പോൾ ഒരുപക്ഷെ ഒരു കോൺഗ്രസുകാരനായ ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാള് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് അല്ലെങ്കിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് ആ ചുമതല നൽകാനുള്ള എല്ലാ അവകാശങ്ങളും സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസുകാരൻ അല്ലാതിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ളൊരു ചിന്ത വരുമ്പോൾ അംബേദ്കറെ പോലെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ആ രംഗത്ത് കൂടുതൽ അറിവും പ്രാപ്തിയുമുള്ള ആളുകളെ തന്നെ ഇതിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കണമെന്ന ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഭരണഘടന എഴുതി തയ്യാറാക്കാൻ ഡോക്ടർ അംബേദ്കറെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ചുമതലപ്പെടുത്തിയത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം, രാജ്യത്തിന്റെ 75ാമത് ഭരണഘടനാ വാർഷികമാണ് കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും ആഘോഷിച്ചത്. ദളിത് കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് A.T. ലൈജു അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ വിജിത് വിജയൻ ആമുഖ പ്രഭാഷണം നടത്തി. KPCC മെമ്പർ A.G. ജോർജ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. നേതാക്കളായ ബാബു ഏലിയാസ്, എബി എബ്രഹാം, MS എൽദോസ്, KI ജേക്കബ്, ജെയിംസ് കോറമ്പേൽ, എൽദോസ് കീച്ചേരി, PC ജോർജ്, ജയൻ കുട്ടമ്പുഴ, സത്താർ വട്ടക്കുടി, PP തങ്കപ്പൻ, ശശി കുഞ്ഞുമോൻ, ചന്ദ്രലേഖ ശശിധരൻ, TK കുമാരി, വിജയൻ തൃക്കാര്യൂർ, പ്രസാദ് വെണ്ടുവഴി, അനിൽ രാമൻ നായർ, തങ്കപ്പൻ കറുകടം, PK കുഞ്ഞ് എന്നിവർ പങ്കെടുത്തു. മീഡിയ 60 കോതമംഗലം.